മർക്കസിൽ നിന്ന് സലാം മുഹമ്മദ് കൂടി ചേരുന്നു. സലാം, വളരെ ആശ്വാസകരമായ വാർത്ത ഇന്നലെ രാത്രിയോടെ മർക്കസിൽ നിന്ന് വരികയുണ്ടായി. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീളുന്നുവെന്ന്. രേഖാപരമായി എന്തെങ്കിലും അറിയിപ്പ് മർക്കസിന് ലഭിച്ചിട്ടുണ്ടോ എന്താണ് മർക്കസ് അധികൃതർ വിശദീകരിക്കുന്നത്? നൗഫൽ, ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ നടന്നിട്ടില്ല. എന്നാൽ അനൌദ്യോഗികമായി മർക്കസിന് കിട്ടിയ വിവരങ്ങളാണ് പുറത്തു വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ റദ്ദാക്കുന്നതിന് കുടുംബം താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ മർക്കസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഇനി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വേണ്ടത്. നിലവിൽ ഈ കാന്തപുരവുമായി ഏറ്റവും അടുപ്പമുള്ള ഈ യമനി സൂഫി പണ്ഡിതനായിട്ടുള്ള ഉമർ ഹഫീൽ, അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘമാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിലാണ് ഈ കുടുംബം ദിയാദനം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള സ്ഥിരീകരണം കൂടി വരാനുണ്ട്. ദിയാദനം സ്വീകരിച്ചോ അല്ലാതെയോ ഈ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ട ചർച്ചയിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ നേരത്തെ കാന്തപുരത്തിന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നത്. ആ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനി ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ്. കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ഈ വധശിക്ഷ റദ്ദാക്കുന്നതിൽ അനുകൂലമായ ഒരു സമീപനം ഈ കുടുംബം, തലാലിന്റെ കുടുംബം സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനായി ഈ ഉമർ ഹഫീലിന്റെ പ്രതിനിധി സംഘത്തോട് ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം ഒരു തീരുമാനമെടുക്കാൻ കുടുംബം ഒരു അനുകൂല സമീപനം സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അടുത്ത ദിവസങ്ങളിലോ അല്പസമയത്തിനുള്ളിലോ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ആ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താമെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാന്തപുരത്തിന്റെ ഓഫീസും ഇക്കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നൗഫൽ.